ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമളാനിൽ ഒരുപാട് ചിന്തകൾ നമ്മൾ റമളാനിൽ കടന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വയറ് ഒഴിയുന്ന സമയവും മനസ്സ് നിറയുന്ന സമയമാണ് റമളാൻ. ആയതുകൊണ്ട് തന്നെ ചിന്തകൾ നമ്മളെ പരിഷ്കരിക്കേണ്ട, നമ്മൾ സംസ്കരിക്കേണ്ട ചിന്തകൾ ഏറെ കടന്നു വരേണ്ട സമയമാണ്. ഇപ്പൊ ചുറ്റും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ആശയമാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അഥവാ സ്വന്തം പെർസെപ്ഷൻ അനുസരിച്ച്, സ്വന്തം കാഴ്ചപ്പാടനുസരിച്ചാണ് ജീവിക്കുക. അത് ജീവിക്കുമ്പോൾ എല്ലാം രൂപപ്പെടുമെന്നുള്ള ഒരു തരം ആശയം, ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, ഈഗോ സെന്റേർഡ് ആയിട്ടുള്ള, എന്നെ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ നിവർത്തിക്കുന്ന ഒരു ലൈഫിന്, അതൊരു പുതിയ ടേം കൂടിയാണ്. പുതിയ ടേമല്ല, നിരന്തരമുള്ള ടേമാണ്. പക്ഷെ അതിന് പുതിയൊരു ആശയം ഇട്ട് വിളിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ്. കേൾക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ആശയമാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ്. പക്ഷെ നമ്മൾ ഇസ്ലാമിൽ അതിനെ പരിശോധിക്കുമ്പോൾ അതിന് വലിയ അപകടകരമായിട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട്. നമ്മളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, ഈഗോ സെന്റേർഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ ആവിഷ്കാരമാണ് നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ ഓരങ്ങളിലൊക്കെ, അതിന്റെ പെരിഫറൽസിലൊക്കെ ചിലപ്പോൾ നന്മകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അതിന്റെ ജീവിതത്തിന്റെ ആത്യന്തികത്തിൽ അതിന് വലിയ നന്മകളൊന്നും ആവിഷ്കരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അപ്പുറത്ത് അള്ളാഹുടെ വില്ലിൽ, അള്ളാഹുടെ നിശ്ചയത്തിൽ, അള്ളാഹുടെ യശായിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുടെ തീരുമാനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ ചെയ്തുകൊണ്ട്, നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ആവിഷ്കരിച്ചു കൊണ്ട് നടത്തേണ്ട ഒരു ജീവിതം, ഒരു ക്രിയാത്മകമായ, ഒരു ക്രിയേറ്റീവ് ലൈഫാണ് ഇസ്ലാം തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ഓഫ് ലൈഫിന്റെ അപ്പുറത്ത് അള്ളാഹുവിലുള്ള തവക്കുൽ അടിസ്ഥാനപരമായി. രണ്ടാമത്തത് നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടിട്ടുള്ള നമ്മുടെ ആവിഷ്കാരങ്ങൾ, നമ്മളുടെ മനോഹരമായ ആവിഷ്കാരങ്ങൾ, അള്ളാഹുവിലുള്ള തവക്കുലുമാണ് നമ്മളുടെ ലൈഫിനെ ഏറ്റവും രചനാത്മകവും ഏറ്റവും ഉന്നതമായ ഒരു ദൈവികമായ പ്രൊജക്റ്റാക്കി നമ്മുടെ ലൈഫിനെ മാറ്റുന്നത് അള്ളാഹുവിലുള്ള തവക്കുലാണ്. അവന്റെ സമയത്തെ കുറിച്ചിട്ടുള്ള സമയം, അള്ളാഹുവിന്റെ സമയത്തിലുള്ള നമ്മുടെ തവക്കുൽ, അള്ളാഹുവിന്റെ നിശ്ചയത്തിലുള്ള, അള്ളാഹുവിന്റെ വിശുദ്ധത്തിലും അവന്റെ ടൈമിങ്ങിന്റെ കാര്യത്തിലും വിശുദ്ധത്തിന്റെ കാര്യത്തിലും അള്ളാഹുവിലുള്ള തവക്കുലാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാക്കി മാറ്റാൻ കഴിയുക. അഥവാ ദുനിയാവിലും ആഖിറത്തിലും ആത്യന്തികമായ വിജയാക്കി മാറ്റാൻ കഴിയുക. ഈ റമളാനിൽ അങ്ങനെ അള്ളാഹുവിലുള്ള സമയത്തിലും, അള്ളാഹുവിന്റെ സമയനിശ്ചയത്തിലും അവന്റെ വിശുദ്ധത്തിലുമുള്ള തവക്കുലാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തും. വാഹൃദാവാന.